നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള സൗത്ത് ബീച്ചിലാണ്. അവിടെ നമ്മൾ ഒരു യുവ മിഥുനങ്ങളെ കണ്ടു. അവർ രണ്ടുപേരും ഫോട്ടോഷൂട്ടിലാണ്, സേവ് ഡേറ്റിങ്ങിൻ്റെ ഫോട്ടോഷൂട്ടിലാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പാവുക എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഇരിക്കും. സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ വന്നതാ. സോറി, ഗുഡ് മോർണിംഗ്. എന്താണ് ആ മംഗള ദിവസം? 21st ഓഫ് ഏപ്രിൽ 21. ഇനി അപ്പം ദിവസങ്ങൾ അവശേഷിക്കുന്നത് 5 ദിവസങ്ങൾ മാത്രമാണ്. ഓക്കെ, എന്താ പേര്? ചരൺജിത്ത്. അനു ചരൺജിത്ത്. എവിടെയാ നിങ്ങളുടെ സ്വദേശം? തൃശ്ശൂരാണ്, വലക്കാവെന്ന് പറയും. വലക്കാവാണ്. എവിടെയാ? വലക്കാവന്നെയാണ്. നെയ്ബേഴ്സ് ആണോ? അടുത്തടുത്ത ആൾക്കാരാണ്. എത്ര വർഷമായിട്ട് പരിചയമുണ്ട് ഇദ്ദേഹത്തെ? നമ്മൾ ചെറുപ്പം കാണുന്നത് തന്നെയാണ്. റിലേറ്റീവ് ആണ്. LKG തൊട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ പരിചയം നമ്മൾ റിലേറ്റീവ് ആണ്. റിലേറ്റീവ്സ് ആണ്. അമ്മാവന്റെ മകളാണോ? അങ്ങനെ പറ്റുവാണോ? അങ്ങനെയല്ല. അപ്പൊ വീട്ടിൽ വിപ്ലവ കല്യാണമാണോ? അല്ലല്ലോ, അത്ര വിപ്ലവമൊന്നുമില്ല. വീട്ടുകാരൊക്കെ സമ്മതിച്ചു അല്ലേ? നിങ്ങൾ എന്നു മുതലാണ് ശരിക്കും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ. അതുവരെ നിങ്ങൾ സൗഹൃദം മാത്രമായിരുന്നു? ആണല്ലേ. എന്താ ചെയ്യുന്നത് ചരൺജിത്ത്? ഞാൻ എയർടെൽ എഞ്ചിനീയർ. യു? ഞാൻ HR അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. എവിടെയാ? ഇൻട്രോൽ എന്ന് പറയുന്ന കമ്പനി. ആണല്ലേ. ഈ അനുവില് ചരൺജിത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഐ മീൻ ക്യാരക്ടർ. അനു ബോൾഡാണ്. അത് ഭയങ്കര ബോൾഡാണ്. ചരൺജിത്തിൽ അനുവിന് ഇഷ്ടപ്പെട്ടത്? ഫ്ലെക്സിബിൾ ആണ്. അതല്ലെങ്കിൽ ഇതൊക്കെ ഒരുമിച്ച് പോകും. 2 ബോൾഡ് കൂടെ ആണെങ്കിൽ 2 ബോൾഡ് കൂടെ ആയിട്ട് തീർന്നു പോകുമല്ലോ അല്ലേ? എന്താ അവസ്ഥ? ആണല്ലേ. നമ്മൾ കൂടെ കുറെ നിങ്ങൾ കുറച്ച് നേരമായിട്ട് ഇവിടെ സേവ് ഡേറ്റിന് വന്നിട്ടുണ്ട്. ഇപ്പം സേവ് ഡേറ്റ് എന്നൊക്കെ പറയുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. പഴയ കാലത്ത് ഫോട്ടോ എടുക്കാനായിട്ട് കല്യാണത്തിന് അല്ലെങ്കിൽ നിശ്ചയത്തിന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം ട്രെൻഡി ആയ ഫോട്ടോസ് വേണമെന്നാണോ പറഞ്ഞിരുന്നത്? അല്ല, നമുക്കൊരു സന്തോഷം തോന്നുന്ന ഫോട്ടോസ്. ട്രെൻഡ് ഒന്നല്ല, നമ്മുടെ ഹാപ്പിനെസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ സേവ് ഡേറ്റിന്റെ ടീമാണ്, ക്യാമറ ടീമാണ്. നിങ്ങൾ ഇവിടെ തൃശ്ശൂരാണോ? എറണാകുളം. ഓക്കെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ തൃശ്ശൂർ മട്ടാഞ്ചേരി തിരഞ്ഞെടുത്ത് ഫോട്ടോ വെച്ച്? ഇവിടെയാണ് നമ്മൾ കൂടുതലും ഷൂട്ട് ചെയ്ത്. ഇവർക്ക് വരാൻ സൗകര്യം ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വരാൻ പറഞ്ഞു. ആണല്ലേ. ഓക്കെ. അപ്പോൾ ഞാൻ ഇനി ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. തൃശ്ശൂരാണല്ലോ, ആര് ജയിക്കും? പറയാൻ പറ്റില്ല, ആക്ഷനില്ല. ആണല്ലേ. എന്തായാലും കടുത്ത മത്സരമാണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം നിങ്ങളുടെ മാരേജ് 21, ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് കൊണ്ട് ഈ ഷൂട്ടിംഗ് കഴിയുമോ? ഇവിടുത്തെ 2 മണിക്കൂറിനകത്ത് കഴിയും. 2 മണിക്കൂറുകൊണ്ട് ഈ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ? ഒരു ലൊക്കേഷൻ കൊണ്ടു. 2 ലൊക്കേഷനിലെ പരിപാടി കഴിഞ്ഞു. തിരിച്ച് തൃശ്ശൂർക്ക് പോകും അല്ലേ? ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഇൻ അഡ്വാൻസ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ മുന്നോട്ട് പോട്ടെ. 21 കഴിഞ്ഞപ്പോൾ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? യാത്രകളല്ലേ, ഓൾറെഡി വലിയ പ്ലാനൊന്നുമില്ല. നമ്മൾ വലിയ ഓവർ പ്ലാനൊന്നും ഇല്ല. നമുക്ക് അപ്പൊ തോന്നണ ഒരു രീതികള് ആണ് അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം ഞാൻ ചോദിക്കാൻ മറന്നുപോയി, ആര് അധികാരത്തിൽ വരും എന്നാണ് കരുതുന്നത്? കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് തുടരുമോ അതോ ഇന്ത്യ മുന്നണി വരുമോ? എന്റെ ഐഡിയ. കല്യാണത്തിന്റെ തിരക്കിൽ ഇതൊക്കെ മറന്നുപോയി. വോട്ട് ചെയ്യാൻ പോവില്ലേ രണ്ടുപേരും? യങ് കപ്പിൾസ്. എല്ലാ വർഷവും വോട്ട് ചെയ്തിട്ടില്ലേ നിങ്ങൾ? തൃശ്ശൂർ എന്തായാലും ആർക്കായിരിക്കും സാധ്യത? സുനിൽകുമാർ വേഴ്സസ് സുരേഷ് ഗോപി വേഴ്സസ് കെ മുരളീധരൻ? സുനിൽകുമാർ. പറയാൻ പറ്റില്ലേ, കാരണം അടുത്ത മത്സരമാണ്. നമ്മൾ കല്യാണം തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ നമുക്ക് അടി ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അവിടെ സുനിൽകുമാറിന് ബോൾഡായിട്ട് സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മൾ പ്രതീക്ഷിക്കും. ഇവിടെ എന്താ? അത് പറയാൻ പറ്റില്ല. ഫസ്റ്റത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സുനിൽകുമാറായിരുന്നു. പക്ഷെ ആ സമയത്താണ് ഇപ്പൊ സുരേഷ് ഗോപി ആയാലും അതുപോലെ തന്നെ വന്നത്. അപ്പൊ ആ ട്രെൻഡ് ഭയങ്കര മാറ്റം വന്നു. ട്രെൻഡിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ട്രെൻഡ് മാറ്റം വന്നിട്ടില്ല. ട്രെൻഡിൽ മാറ്റം വന്നു എന്ന് ഇദ്ദേഹം പറയുന്നു. നമ്മൾ പ്രതിഷേധിക്കണ്ടേ? ഇതെല്ലാം കൂടി പറഞ്ഞ് സേവ് ഡേറ്റ് കുളമാക്കി വിടല്ലേ എന്നാണ് ഈ പാവപ്പെട്ട ചേട്ടന്മാരെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ കൂടെ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അരൺജിത്ത്, ഓൾ ദി ബെസ്റ്റ് അനു. ഒരിക്കൽ കൂടി വൺസ് അഗെയിൻ മെനി അയ്യോ, നമ്മൾ 21 ഞങ്ങൾ ആ സമയത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരിക്കും. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമാവട്ടെ. അപ്പോൾ ഗെയ്സ് സൂപ്പറായിരിക്കട്ടെ കേട്ടോ. മനോഹരമാവട്ടെ ദൃശ്യങ്ങൾ പോലെ തന്നെ ജീവിതവും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഫോർട്ട് കൊച്ചിയിലാണ്. അവിടെയുള്ള സൗത്ത് ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളെ കപ്പിൾസിനെ കണ്ടോ ഈ കല്യാണങ്ങളുടെയും ഫോട്ടോഗ്രാഫിയുടെയും ഒക്കെ പാറ്റേണും അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി. പലപ്പോഴും അതിൻ്റെ ഒരു പരിധി വിടുന്നു എന്നൊക്കെ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയും. പുതിയ തലമുറയിലെ ലെറ്റ് ദം എൻജോയ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണല്ലോ.